എൻ്റെ പേര് നിതില ലൈബൻ. ഞാൻ വൈപ്പിൻ കുരിശിങ്കൽ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ലൈബൻ. എൻ്റെ മൂത്ത കുട്ടിയാണ് ഇസിഡോറ. ഇത് ഹസ്ബൻഡിൻ്റെ മമ്മി. രണ്ടാമത്തെ കുട്ടി ഇസഹാക്ക്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസം 2025 ആണ്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളിവിടെ മൂത്ത കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. തപസ് ധ്യാനമൊക്കെ കൂടിപ്പോയവരാണ്. ഈ കാലഘട്ടം അത്രയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൂലം, കൃപാസന അമ്മയുടെ മാധ്യസ്ഥം മൂലം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണമായി പൂർണ്ണ മനസ്സോടുകൂടെ തന്നെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കാനുള്ള ഒരു പ്രേരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു ജോലിയിൽ കയറുന്നത്. ജോലിയിൽ കയറി ഒരു 6 മാസത്തോളം ഞാൻ എൻ്റെ പരിപൂർണമായി എൻ്റെ കഴിവിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിച്ചു. അതിൽ സക്സസ് ഉണ്ടാകും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ പ്രോസസ്സ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഇതിൽ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു. ഒരു കാരണവശാലും എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ആകെ മാനസികമായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് ഞാൻ രണ്ടാമതും കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെക്കുറിച്ച് പിന്നെയും കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലൊരിതുണ്ടായി, ഞാനന്ന് കൃപാസനത്തിൽ വന്ന് ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവിടെ വന്ന് അന്ന് എനിക്കൊരു പ്രേരണയുണ്ടായത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത്. ഉടമ്പടി എടുത്ത് 3 മാസം കാലയളവിൽ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ഉടമ്പടി പാലിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ ഞാൻ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ച കാര്യങ്ങൾ, എൻ്റെ ജോലി മേഖല ഉൾപ്പെടെ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ എന്തെങ്കിലും നടന്നോ? അപ്പോൾ എനിക്കും അതൊരു സെൽഫ് ഇവാലുവേഷൻ ആയിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? എല്ലാവരും ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ കാര്യം എന്തുകൊണ്ട് നടന്നില്ല? ഞാൻ എന്നാലും പുതുക്കിയിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ പതിയെ മാറ്റങ്ങൾ ഞാൻ കണ്ടു. അന്ന് എന്നെ വരാൻ കാരണമായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലി മേഖലയിൽ ഞാൻ എങ്ങനെയെന്നൊന്നും അറിയില്ല, ചെയ്ത കാര്യങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഞാൻ എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ ഓഫീസിലെല്ലാം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് എന്നൊക്കെ ഞാൻ ഇവിടെ പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് ഏറ്റുപറയാനുള്ളൊരു മനസ്സൊരുക്കം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് നിയോഗത്തിൽ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ മുടങ്ങാതെ കൂടി ആ സമയങ്ങളിൽ എന്താണോ എനിക്കുള്ള തടസ്സം, അവിടെയുള്ള ബോട്ടിലിനൊക്കെ എനിക്ക് മാറ്റിത്തരണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രത്യേക മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി തന്നെ പിന്നീടുള്ള മാസങ്ങളിലെല്ലാം ടീം എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്തെങ്കിലും സക്സസ് നമ്പേഴ്സ് നമ്മൾ അറിയാതെ തന്നെ കയറി, ടാർഗറ്റ്സ് എല്ലാം മീറ്റ് ആവാൻ തുടങ്ങി, ടീം സ്ട്രീം ലൈൻഡായി, നല്ലൊരു സ്ട്രക്ചറിൽ വീണു, സക്സസ് കാണാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ 2025 ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്നുള്ളൊരു റെക്കഗ്നിഷൻ കമ്പനി എനിക്ക് തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ആ കമ്പനി ഈ പ്രോസസ്സ് എങ്ങനെയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഇടത്തു നിന്നും അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കമ്പനി എനിക്ക് തരാൻ അതിനുള്ള അവസരങ്ങളും അതിനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ എനിക്ക് ഒരുക്കി തന്നു. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തേത് എൻ്റെ മോളെ പ്രതിയാണ്. മോള് 7.5 വയസ്സ് കഴിഞ്ഞ് 7.25 വയസ്സായി. മോൾക്ക് വെസ്റ്റ് സിൻഡ്രോം എന്നുള്ളൊരു മെഡിക്കൽ കണ്ടീഷനുള്ളൊരു കുട്ടിയാണ്. തുടർച്ചയായിട്ടുള്ള ഫിറ്റ്സ്, സീജർ വരുന്നൊരു കണ്ടീഷനാണ്. ഈ പ്രായമുണ്ടെങ്കിലും ഒരു വയസ്സിൻ്റേതായിട്ടുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അങ്ങനെയുള്ള ബോധ്യം അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അവൾക്കില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണമെങ്കിൽ അവളെ ഫോഴ്സ്ഫുള്ളി തന്നെ ഇരുത്തണം, അതല്ലാതെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്താൻ പറ്റില്ല. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇവളുടെ സീജറിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ മനസ്സിൽ ഭയമുണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. ഇവളെ നഷ്ടപ്പെടുമോ? അതുപോലെ സീഷറിൻ്റെ പാറ്റേൺസ് മാറി വന്നു, പലതരത്തിലുള്ള സീഷർ വന്നു. മോൾ ആകെ തളർന്നു. നടന്നു വന്നതാണ് ആൾ, പക്ഷെ നടക്കാത്തൊരവസ്ഥയിലെത്തി. ആകെ ആളിലൊരു മാറ്റം കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് അമൃതയിലാണ് ഇവളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അമൃതയിൽ കൊണ്ടുപോവാണ്. അമൃതയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് EG MRI റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഒരു EG അല്ലെങ്കിൽ ഒരു MRI ഇവൾക്ക് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു MRI അനസ്തേഷ്യ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല, ആൾ കിടക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് EGയും 24 മണിക്കൂറിൻ്റെ EG ആണ്. ഒരു കട്ടിലയിൽ ഇത്രയും വയറൊക്കെ തലയിൽ പിടിപ്പിച്ച് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യണമെങ്കിൽ ആളത്രയും നമുക്ക് ഇത് വേണം.
ആളവിടെ ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു സെഡേഷനോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു കാര്യം സ്കെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അമൃതയിലേക്ക് പോകുന്നത്, ഡേറ്റ് കൺഫേം ചെയ്യുന്നത്. അതിനു മുന്നായി ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ഈ ഒരു നിയോഗം പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് മേടിച്ചിരുന്നു. ബ്ലെസ്സിങ് മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമൃതയിലേക്ക് മോളെയും കൊണ്ട് അപ്പോയിൻമെൻറ്റിന് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ EGക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്നു. മോളിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഞാൻ എല്ലാം ഉപയോഗിച്ചിരുന്നു. എവിടെയാണ് മോള് കിടന്നിരുന്നത് അവിടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനിട്ടു. മോൾക്ക് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു. തേൻ കൊടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. 24 മണിക്കൂർ മോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു സെഡേഷൻ പോലും ഇല്ലാതെ 24 മണിക്കൂർ അവൾ ആ കട്ടിലിരുന്ന്. അവർക്ക് 8 hours സ്ലീപ്പ് വേണമായിരുന്നു, സ്ലീപ്പിംഗ് ടൈമിൽ വേണമായിരുന്നു. അതല്ലാത്ത സമയം അവൾക്ക് ആക്റ്റീവ് ടൈം വേണമായിരുന്നു. ഇതെല്ലാം മോൾ സഹകരിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്, ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് അടയാളമായി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 24 EG കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് അനസ്തേഷ്യയോട് കൂടിയിട്ടുള്ളൊരു MRI ആണ്. അപ്പോൾ ഇവളിങ്ങനെ മോൾ ഇതിനോട് വളരെയധികം സഹകരിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അനസ്തേഷ്യ വേണ്ട, നമുക്ക് ആളെ ജസ്റ്റ് ഒരു ഓറൽ സെഡേഷൻ കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അവരോട് നിങ്ങൾ ഹോപ്പ് വെക്കണ്ട, കാരണം ഈ ഓറൽ സെഡേഷൻ കൊടുത്താൽ 6 മാസമുള്ള കുട്ടി പോലും ചിലപ്പോൾ ഉറങ്ങാറില്ല. അപ്പോൾ 7.25 വയസ്സുള്ളൊരു കുട്ടി MRI പോലുള്ള ഒരു പ്രൊസീജിയറിന് അങ്ങനെ സഹകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര സൗണ്ടാണല്ലോ MRI. ഒരു പ്രാവശ്യമെങ്കിലും എടുത്തവർക്കറിയാം, നല്ല സൗണ്ടാണ് MRI മുറിയിൽ. അങ്ങനെ അവരത് അങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ അതിനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ MRI മുറിയിലേക്ക് ഇവൾക്ക് ഓറൽ സെഡേഷൻ കൊടുത്തു. ഫസ്റ്റ് ട്രയൽ ഓറൽ സെഡേഷൻ കൊടുത്തെങ്കിലും അവൾ ഒട്ടും സഹകരിച്ചില്ല. അവിടെ ചെന്ന് നമ്മൾ MRI റൂമിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇവൾ എണീറ്റു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആകെ വിഷമിച്ചു. കാരണം അപ്പോഴും ഞാൻ MRI റൂമിന് പുറത്ത് ഉടമ്പടി ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആദ്യം MRIക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ അവൾ എണീറ്റു. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. ഞാൻ ഓർത്തു, ദൈവമേ ഇതെന്താ ഇത്രയും വരെ എത്തിച്ചിട്ട് തിരിച്ചു പോകാൻ ഇടവരുത്തല്ലേ, പരിശുദ്ധ അമ്മേ നീ ഇടപെടണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എയിംസിൽ തന്നെ അവിടെ MRI റൂമിൻ്റെ ഇൻചാർജിനോട് ഞാൻ പറഞ്ഞു, ഇനിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി തരുമോ, ഒരു സ്ലോട്ടും കൂടി തരുമോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പറയാണ്, നിങ്ങൾ എപ്പോഴാണോ കുഞ്ഞു ഉറങ്ങുന്നത് അപ്പോൾ കൊണ്ടുവന്നോളൂ, ഞാൻ എടുത്ത് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും മോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി. ആ MRI സ്ലോട്ടിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കൃത്യമായി ആ 20 മിനിറ്റോളം എടുത്തു MRIക്ക് വേണ്ടിയിട്ട്. ആ 20 മിനിറ്റും അത്രയും ശബ്ദത്തിൽ വെറും ഒരു ഓറൽ സെഡേഷൻ്റെ ബലത്തിൽ മോൾ അവിടെ കിടന്നു. MRI തീരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ MRI ടെക്നീഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോള് എണീറ്റില്ല, പക്ഷേ ഉടനീളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് MRI പെർഫെക്റ്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അത്രയും നേരം ഞാൻ കണ്ണടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ഞാനാണ് മോളുടെ ഒപ്പം MRI റൂമിൽ കയറിയത്, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മേ നീ ഇവിടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു അടയാളം തരണം എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം കണ്ണ് തുറന്നിട്ടില്ല, ഒരു സെക്കൻഡിലേക്ക് പോലും ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. ഇവർ വന്ന് എന്നെ തോണ്ടി വിളിക്കുമ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത്, മാതാവേ നീ ഇവിടെ ഉണ്ടെന്നുള്ളതിന് എനിക്ക് അടയാളമായി. ഇവരെൻ്റെ അടുത്ത് ഇപ്പോൾ തിരിച്ചു വന്ന് പറയണം, ഈ MRI ആക്സെപ്റ്റബിൾ ആണ്, ഒരു കുഴപ്പമില്ല, രണ്ടാമതൊരു MRI എടുക്കാൻ ഇടവരുത്തരുത്. അതുപോലെ തന്നെ അവർ തിരിച്ചു വന്നിട്ടും പറഞ്ഞു, ഒരു കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ സീനിയറിനെ കാണിച്ചു, ഈ MRI തന്നെ മതി. അങ്ങനെ ഒരു അനസ്തേഷ്യയുടെയും ആവശ്യമില്ലാതെ പരിശുദ്ധ അമ്മ ആ ഒരു കാര്യം, ആ ഒരു MRI വെറും ഒരു ഓറൽ സെഡേഷനിൽ ഞങ്ങൾക്ക് നടത്തി തന്നു. നമ്മൾ ഒരുപാട് വലിയ വലിയ രോഗസൗഖ്യങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്ന കുട്ടിയാണ്. അതിൻ്റെ ഭാഗമായി ഒരു അനസ്തേഷ്യ എന്തോ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാതാവിനോട് ചോദിച്ചത്, മാതാവ് ഇതില്ലാതെ നടത്താൻ സാധിക്കുമെന്ന്. മാതാവ് അത് നടത്തി തന്നു. പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. ഈശോയിൽ നിന്നും ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് മേടിച്ച് തന്ന അമ്മയ്ക്ക് ഒത്തിരി നന്ദി. മോളുടെ MRI അതുപോലെ റിസൾട്ട് നോർമലായി വന്നു. EGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ MRI ഡോക്ടേഴ്സ് പ്രതീക്ഷയിൽ നിന്നും വിപരീതമായി. അവർ പറഞ്ഞു MRI എന്താ നോർമലാണ്, കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം EGയിൽ അത്യാവശ്യം നല്ല വേരിയേഷനുള്ളൊരു കുട്ടിയാണ് ഇസഡോറ. ആ അവസരത്തിലും അവർ പറയുന്നത്, ഈ ഒരു EG വെച്ചിട്ട് MRI നോർമൽ ആണെങ്കിൽ പോലും ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതിനുള്ളൊരു ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ അതിനുള്ളൊരു ഉത്തരമായി ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഈശോയുടെ വലിയ അനുഗ്രഹം, ഈശോയുടെ കയ്യൊപ്പ് എൻ്റെ കുഞ്ഞിൻ്റെ മേലുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ തൃക്കരങ്ങളിൽ, അമ്മയുടെ ആ നീലങ്കിയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മാറ്റങ്ങളും ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിന് ഈ രോഗാവസ്ഥയോട് കൂടി തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഈ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി 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 നന്ദി. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡെൻറ്റൽ ബ്രിഡ്ജിങ് ചെയ്തിരുന്നു.
ഏകദേശം 1 വർഷത്തിന് മേലെയായി. പക്ഷേ ഈ ബ്രിഡ്ജിങ് ചെയ്തതിന് ശേഷം എനിക്കൊരു 6 മാസത്തോളം കണ്ടിന്യൂസ് ഇൻഫെക്ഷൻസ് ആയിരുന്നു. എവറി 2 hours ഞാൻ ഈ എന്തെങ്കിലും ഒരു ജെല്ലോ ഓയിൻമെൻറ്റോ ഇങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ അവർ മൗത്ത് വാഷ് തന്നിരിക്കുന്ന അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് അവസാനം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയും ആകെ വായിലൊക്കെ മരവിപ്പ് വരുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് പ്രൊസീജിയറിൽ വന്നൊരു പ്രശ്നം കൊണ്ടല്ല, പക്ഷേ തൻ്റെ ഗംസിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്നാണ്. അങ്ങനെ ഞാൻ മരുന്നുകളെല്ലാം നിർത്തി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം പറഞ്ഞുകൊണ്ട് ഞാൻ തേച്ചു, മരുന്നായി ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് എനിക്ക് ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ ബ്രിഡ്ജിങ്ങിൽ തോന്നിയാൽ പോലും ഞാൻ ആകെ ചെയ്യുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിനും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി 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 നന്ദി പറയുന്നു. ഹസ്ബൻഡ്, പിന്നെ 4മത്തെ ഒരു കാര്യം, ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ ഹസ്ബൻഡിന് കുറച്ച് ഫണ്ടിൻ്റെ സാങ്ഷൻ ആവാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഞാൻ പ്രത്യേകമായി അമ്മയോട് ഒത്തിരി ചോദിച്ച് മേടിച്ചതൊന്നുമല്ല, പക്ഷേ എന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് ആൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോൾ ഞാനത് ഡെയിലി ബ്രെഡിൻ്റെ സമയത്താണെങ്കിലും ഞാനത് ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. എന്താണെങ്കിലും അതൊന്ന് അതിൻ്റെ തടസ്സം മാറാനും ആ ഫണ്ട് എന്താണോ അപ്രൂവ് ആയി വരേണ്ടത് അപ്രൂവ് ആകാനും വേണ്ടി അധികം താമസിയാതെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫണ്ടാണെങ്കിലും ഹസ്ബൻഡിന് അത് അപ്രൂവ് ആയി വന്നു. ഇതുവരെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം മേടിച്ച് എൻ്റെ ജോലി മേഖലകളിലും ഭവനങ്ങളിലും പള്ളികളിലും ഞാൻ കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്നവരോടെല്ലാം തന്നെ ഞാൻ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഞാൻ സംസാരിക്കും. ഇതാണ് ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ലോക്കറ്റ് ഉണ്ടാവും. എവിടെയെങ്കിലും ഒരു ആൾ ഞാൻ കാണുകയാണ്, ആവശ്യമുള്ള ഒരാളാണെങ്കിൽ, വ്യക്തിയാണെങ്കിൽ, ഞാൻ ആ ലോക്കറ്റോ പത്രമോ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ഇവിടെ നിന്നുള്ള എന്തെങ്കിലും ഒരു വെഞ്ചരിച്ച വസ്തുക്കൾ ഞാൻ കൈമാറാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എൻ്റെ അറിവിലേക്ക് ഞാൻ അറിയുകയാണ്. ഇപ്പം മരുന്നിനോ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കോ, അതല്ല ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക്, ചികിത്സയ്ക്ക്, പഠനത്തിന്, അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നേലാകുന്ന വിധം ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി 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 നന്ദി. വലിയൊരു സംരക്ഷണത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ. ഇങ്ങനെ മോൾക്കുര കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും മാനസികമായി തളരാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലുമാണ്. അതിന് ഒത്തിരി 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 നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം തിരുവചനം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ, ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ. നിതില, ലൈബിൻ എന്ന ഈ മക്കൾ ഇവിടെ വന്ന് അവരുടെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധികളിലും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവരുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് അവരിപ്പോൾ ഇവിടെ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നത്. നിതില പറയുന്നത്, അവരുടെ ഈ സാക്ഷ്യം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ഉടമ്പടി എല്ലാ കണ്ടൻറ്റുകളും ഓൾമോസ്റ്റ് എല്ലാ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒരു നല്ല സാക്ഷ്യമാണെന്ന് നമുക്ക് തോന്നും. കാരണം അവരുടെ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ അവർക്ക് മാധ്യസ്ഥം വഹിക്കുന്നത് ലൈറ്റ് വെയ്റ്റിന് അവരുടെ ജീവിത ഭാരമെല്ലാം സമയച്ചുരുക്കത്തിൽ തന്നെ ലഘൂകരിച്ചു കൊടുക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ മകളുടെ അവാർഡ്, ബെസ്റ്റ് മാനേജർ അവാർഡ്, അവരൊട്ടും തന്നെ അപ്രതീക്ഷിതമായ സമയത്ത് വളരെ നോർമലായി ചെയ്തുകൊണ്ടിരുന്ന ജോലികളിൽ ഈശോ അവർക്ക് വലിയൊരു റെക്കഗ്നീഷൻ കൊടുക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, എൻ്റെ അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോഴെല്ലാം കുഞ്ഞിൻ്റെ MRI സമയത്ത് ഇങ്ങനെ ഒരു ഫിറ്റ്സ് പ്രോബ്ലമുള്ളൊരു കുഞ്ഞ്, വളരെ വൈകല്യങ്ങളുള്ളൊരു കുഞ്ഞിനെ MRI എടുക്കുന്നത് ഒരു നോർമൽ ഓറൽ അനസ്തേഷ്യ, ഒരു സെഡേഷനിൽ സാധ്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു നോർമൽ സെഡേഷനിലൂടെ കുഞ്ഞിനുണ്ടായ ആ ഒരു MRI ടെസ്റ്റ് അവർക്ക് സാധ്യമായത് തികച്ചും പരിശുദ്ധ അമ്മ അവരുടെ എല്ലാ സങ്കടങ്ങളിലും അവരെ കേൾക്കുന്നു, അവരെ കാണുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അവരുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും സങ്കടങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇതിലെല്ലാം ഈശോയെ ചേർത്ത് പിടിച്ച് എപ്പോഴും ഈശോ എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള അവരുടെ ചങ്കൂറ്റത്തെയാണ് ഈ സാക്ഷ്യം നമ്മെ വളരെയധികം
പ്രേരണ നൽകുന്നത്. അതുപോലെ തന്നെ നിതില പറയുന്നുണ്ട്, അവർക്കൊരു ഡെൻ്റൽ ബ്രിഡ്ജിങ് നടക്കേണ്ടി വന്നപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുവാനും ഈശോയുടെ സൗഖ്യം അനുഭവപ്പെടാനും, അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പ്രതിസന്ധികളിലെല്ലാം അവർക്ക് ഈശോ വളരെയധികം കൂട്ടിച്ചേർത്ത് അവരെ ഈശോയെ കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ അനുഭവമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എപ്പോഴും അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈശോയെ കൈമാറുന്ന, ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ സങ്കടങ്ങളിലും ഈശോ ഞങ്ങളോടൊപ്പമുണ്ട്. ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള, പ്രഖ്യാപിക്കുവാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് അവർ ഇന്ന് എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മളതിനെ സഹായിക്കട്ടെ. നിതിലയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും സൗഭാഗ്യത്തിനും അവരുടെ അഹറോൻ്റെ വടി പോലെ ഇനിയും അവരുടെ ജീവിതം പച്ചപിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.